വീട്ടിലേക്ക് പുതിയ അതിഥി വരുന്നത് പ്രമാണിച്ച് ഞങ്ങൾ വീടും റൂമൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് ഹെൽപ്പിനായിട്ട് ഞങ്ങൾ പ്രമിലിനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ പെയിന്റ് മിക്സ് ചെയ്തപ്പോൾ അല്പം വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ എന്നാലും അവൻ റൂമൊക്കെ നന്നായിട്ട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി തന്നെ കേട്ടോ. പെയിന്റിന്റെ സ്മെൽ അധികം എനിക്ക് അടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അടുത്തോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. അവൻ വന്നപ്പോൾ തന്നെ എനിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ കുടിച്ച് നോക്കി നിൽപ്പായിരുന്നു എൻ്റെ മെയിൻ പണിയായിരുന്നത്. ഉച്ചക്കത്തുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ. ഈവനിങ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ വീണ്ടും തൊട്ടടുത്തുള്ള ഗാന്ധി തന്തൂരിയിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇന്ന് ബൊഫെ ആയതുകൊണ്ട് ജസ്റ്റ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ബൊഫെ അല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, ഞങ്ങളല്ലാതെയാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് മെയിനായിട്ടും ഇഷ്ടമുള്ളൊരു ഫുഡെന്ന് പറഞ്ഞാൽ ഗീ ദോശയും ചമ്മന്തി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ. പിന്നെ എപ്പോഴും അതൊക്കെയാണല്ലോ കഴിക്കുന്നത് എന്ന് വിചാരിച്ച് ഇന്ന് എന്തെങ്കിലും വെറൈറ്റിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടുതലും പുറത്തു പോയ ബിരിയാണി, മന്തി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും കാര്യമായിട്ട് വേറെ വല്ലതും നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ തകർത്ത് മെനു നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മാംഗോ ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. മധുരം അല്പം കുറച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കാൻ ഒരു ക്രേവിങ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കബാബും അതിൻ്റെ കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗാർലിക് നാനും പിന്നെ കടായി ചിക്കനും ആണ് കേട്ടോ. അപ്പം ഇന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിടിക്കാമെന്ന് വെച്ച് ഇവിടുത്തെ കടായി ചിക്കനും ഗാർലിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ബൈ.